ശ്രീനിപുരം കോളനിയിൽ തന്നെ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഇന്ന് 742 ആഴ്ചയിലാണ് ഞങ്ങൾ വിശുദ്ധ സഭായോഗം കൂടിയത്. അതായത് 742 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു ചെറിയ സഭയാണ് റിഡീമിംഗ് ഗോസ്പൽ മിനിസ്ട്രി എന്ന് പറയുന്ന ദൈവസഭ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ ഈ ദേശത്ത് ആരംഭിച്ച സമയം കർത്താവ് ഞങ്ങൾക്ക് തന്നൊരു ദർശനമാണ് ഈ വിധമായിരിക്കുന്ന ഒരു യോഗം നടത്തുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 11 വർഷവും എൻ്റെ സാക്ഷ്യം കേട്ട പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ സാക്ഷ്യങ്ങൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ എന്ന് ചിന്തിക്കാം. ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവൾ സിന്ധു. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. മൂത്തവൻ്റെ പേര് മോസസ് ആൻ്റണി, ഇളയത് 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്. അതിലെ മൂത്തവൻ്റെ പേര് ജസ്വിൻ ആൻ്റണി, ഏറ്റവും ഇളയവൻ്റെ പേര് ജസ്ലിൻ ആൻ്റണി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഈ കൺവെൻഷൻ ഇവിടെ ഇങ്ങനെ നടത്തുവാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് ദൈവം നൽകിയ സൗഖ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ പൈതൽ മോസസ് ആൻ്റണി. ഞങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില നാളുകൾ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തോട് ഞങ്ങളൊരു തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം ഞങ്ങൾക്ക് ദാനമായി പ്രിയ പൈതലിനെ നൽകുവാനായിട്ടിടയായി തീർന്നു. അവന് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവ് ഞങ്ങൾക്കൊരു ദർശനം തന്നു. അഴകുള്ള ഒരു മോശയെ ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവന് ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞങ്ങളവന് ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ അവന് പേരിട്ടു മോസസ് ആൻ്റണി എന്ന്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ജനനത്തെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കുഞ്ഞിന്, എൻ്റെ പ്രിയപ്പെട്ടവളാണെങ്കിൽ അവിടെ ശ്വാസം നിലച്ചു പോയൊരനുഭവം ഉണ്ടായി, മരണകരമായ അനുഭവം. അധികം ദൈവം പിടിവിച്ച അനന്തരം തൊട്ടടുത്ത നിമിഷം എൻ്റെ കുഞ്ഞിനൊരു പനിയുണ്ടായി. ആ പരിശോധനയിൽ അവൻ്റെ കിഡ്നിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുവാനായിട്ടിടയായി തീർന്നു. ദീർഘസമയങ്ങൾ ദൈവത്തോട് കണ്ണുനീരോടെ ചില രാത്രിയുടെ യാമങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരുന്ന് കരയുവാനായിട്ടിടയായി തീർന്നു. അവന് പലവിധമായ പരിശോധനകളൊക്കെ നടത്തി അവസാനം ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ഫലമായി കർത്താവ് ആ അവസ്ഥയിൽ നിന്ന് കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. ഇവനെ സ്കാനിങ് ചെയ്തിട്ട് ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാറേ കുഞ്ഞിന് പ്രശ്നമുണ്ടല്ലേ എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ട്, അവന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവന് സൗഖ്യമൊക്കെ നൽകി വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ ചങ്കിനവിടെ ഇങ്ങനെ സൗണ്ടുണ്ട്, ഒരു കുറുകുറുപ്പ് സൗണ്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ഒരിക്കലും എക്കോ ചെയ്തപ്പോൾ അവന് ഒരു 6 മാസമുള്ളപ്പോൾ എക്കോ ചെയ്യുന്നത്. അന്നേരം ഈ പുള്ളി കരച്ചിലും ബഹളമൊക്കെ ആയപ്പം എക്കോയിൽ വലിയ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല, കണ്ടില്ല. പിന്നെ ഇതിന് ശേഷം ഇവന് ഒരു വയസ്സ് 1.5 വയസ്സായപ്പോൾ ഇവനിങ്ങനെ ഒരു മണ്ണെണ്ണ ജാറെടുത്ത് മണ്ണെണ്ണ കുടിച്ചു. പക്ഷെ ഇവൻ അകത്തി ചെന്നില്ല. ആ മണ്ണെണ്ണയുടെ സ്മെല്ല് കൊണ്ട് ഇവൻ ഛർദ്ദിച്ചു. ഇവനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞങ്ങളല്ല, ഇവിടുന്ന് പ്രിയപ്പെട്ടവരാണ് ഇവനെ കൊണ്ട് ഓടിപ്പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിർമ്മല ചേച്ചി, സഹിച്ചാൻ, അങ്ങനെ കുറച്ച് ആളുകളാണ് ഇവിടുന്ന് ഓടിപ്പോകുന്നത്. ഞങ്ങൾ അന്നേരം പ്രാർത്ഥനയിലാണ്. ഒരു വീട്ടിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന പര്യവസാനിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ എരുമേലി ചെന്ന് അവിടെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ആ പരിശോധനയിൽ ഇവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ ഈ ചങ്കിൻ്റെ സൗണ്ട് എന്താണെന്ന് അറിയത്തില്ല. അത് പരിശോധിക്കാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എക്കോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ അമ്മ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയെ നോക്കുന്ന ഡോക്ടർ വെളിയിലേക്ക് ഇറങ്ങി വന്നു. എന്നെയും ഈ കുഞ്ഞിനെയും കണ്ടപ്പോൾ ഡോക്ടർ ആ സ്കാനിങ് ചെയ്യുന്ന ഇതിലേക്ക് നോക്കി പെട്ടെന്ന് പറഞ്ഞു, അവിടെ ഒരു പ്രശ്നമുണ്ട്, നിർത്താൻ പറഞ്ഞു. നിർത്തി. അദ്ദേഹം തന്നെ മറ്റേ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം വാങ്ങി ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇവന് ഈ ഹാർട്ടിന് ബ്ലോക്കുണ്ട്, വാൽവിനോ അങ്ങനെ എനിക്കറിയില്ല, ബ്ലോക്കുണ്ട്, അതൊരു ചെറിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവരന്നേരം തന്നെ ശ്രീചിത്തിരയിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്തു. അവിടെ ഓപ്പറേഷൻ വേണമെന്നുള്ള രീതിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. 1.5 വയസ്സായി. ആ സമയത്താണിത് കണ്ടുപിടിക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ശ്രീചിത്തിരയിൽ പോകുന്നുണ്ട്. എന്നാൽ ഇന്നിവന് 14 വയസ്സായി. ഇതുവരെയും അവിടെ ചെന്നതിന് ശേഷം ഓപ്പറേഷൻ്റെ കാര്യം
ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ ജൂലൈ 27 ഞങ്ങൾ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ ആൾ യാതൊരു കുഴപ്പവും ഇല്ല, ആൾ ഹെൽത്തി, പ്രശ്നമൊന്നുമില്ല, അവന് എല്ലാ റിസൾട്ടുകളും അവന് അനുകൂലമാണ്. ദൈവം എൻ്റെ കുഞ്ഞിന് സൗഖ്യം നൽകി. മരണത്തിൻ്റെ നീക്കുപോക്കുകൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ദൈവത്തിന് സ്തുതി. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കിട്ടിയപ്പോൾ പലവിധ രോഗങ്ങൾ, പക്ഷെ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എൻ്റെ കുഞ്ഞിന് സൗഖ്യം നൽകുവാനായിട്ടിടയിൽ. ഞങ്ങളുടെ ഒരു വലിയ സാക്ഷ്യമാണ് അത്. ഞങ്ങൾക്ക് എവിടെയും പറയാൻ ലജ്ജയില്ല. ഈ ശ്രീനിപുരം കോളനിയിൽ മദ്യത്തിൻ്റെ മയക്കും അടിമയായി ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ദൈവത്തിന് അവിടെ എൻ്റെ യേശുവിനെ എനിക്കറിയാൻ സാധിച്ചു. ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് ചെന്നതല്ല, യേശുവിനെ തേടി വന്നാണ്. കാരണം എനിക്കും ഒരു മരണത്തിൽ നിന്നാണ് ദൈവം എന്നെ വിടുവിച്ചത്. അവിടുന്ന് ദൈവ സൗഖ്യം നൽകി. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ദേശത്ത് അനേക തലമുറകൾ ആത്മഹത്യകൾ ചെയ്യുന്നു, അപകട മരണങ്ങൾ ഉണ്ടാകുന്നു, അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു, ഒരുപാട് തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ ഞാനിവിടെ ഒരു ദർശനം കണ്ടു. ഒരു വലിയ വഴക്കുണ്ടായിട്ട് ഒരാൾ ആയുധം കൊണ്ട് മുറിവേൽക്കുന്ന ഒരവസ്ഥ ഞാനൊരു ദർശനം കണ്ടു. അപ്പോൾ ഞാനിതെൻ്റെ പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്തു, എൻ്റെ കൂട്ടുകാരൻ പ്രജിപ്പാഷോട് ഷെയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇങ്ങനെ നടക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങളൊരു കൺവെൻഷൻ വെക്കാൻ തീരുമാനിച്ചു. ആ കൺവെൻഷൻ ആദ്യത്തെ സാമ്പത്തികം തന്ന റജിപ്പാസ്റ്ററാണ്, ഒന്നുമില്ലായ്മയിൽ ആരംഭിച്ചതാണ്. ആ കൺവെൻഷനാണ് ഞങ്ങളെ രക്ഷിതയുള്ളൂ. ഇനി ഒരു കുഞ്ഞുങ്ങൾ പോലും ഇവിടെ നശിച്ചു പോകരുത്, ഒരാത്മഹത്യകൾ നടക്കരുത്, മദ്യവും മയക്കുമരുന്നിൻ്റെ അനുഭവങ്ങൾ മാറണം. ചില പ്രിയപ്പെട്ട യേശുവിനെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ നാളിൽ ഇവിടെ ഒരു വലിയൊരു അനർത്ഥം ഉണ്ടായി, ആത്മഹത്യ ഉണ്ടായി, വലിയൊരു അനർത്ഥം ഒരു കുടുംബത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ ഭയങ്കര ഭാരമായി. ഞങ്ങൾ ഒരു ദിവസം 5:30 വരെ 5:30 മണി വെളുപ്പിന് 5:30 തൊട്ട് 7 മണി വരെ ദൈവത്തെ ആരാധിച്ചിട്ട് ഈ ദേശത്തിൻ്റെ മുക്കിനും മൂലയിലും എല്ലാം ഞങ്ങൾ സഭയായി കടന്നുപോയി കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. ദൈവമേ, അനർത്ഥങ്ങൾ ഇനി ഉണ്ടാകരുതേ, ആത്മഹത്യകൾ ഉണ്ടാകരുതേ, കുടുംബ ബന്ധങ്ങൾ തകരരുതേ. ഞങ്ങളുടെ ഈ ശ്രീനിപുരം കോളനിയിൽ ജീവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് അവരുന്നത നിലവാരത്തിലെത്തണമേ, അവരെ ആരും പിശാച് പിടിക്കുക ഇടയാക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ ഒരു ദൈവിക ദർശനപ്രകാരമാണ് ഈ യോഗം ഇവിടെ നടത്തപ്പെടുന്നത്. ഈ യോഗത്തിൽ വന്ന് ഞങ്ങളെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തുള്ള പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ഈ ദേശത്തിലെ നിവാസികളെല്ലാം ഈ കൺവെൻഷൻ അനുകൂലമാണ്. ഒരു ദിവസം ഈ കൺവെൻഷൻ താമസിച്ചാൽ ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ ചോദിക്കും, ഇന്ന് നമ്മുടെ കൺവെൻഷൻ ഇല്ലേ, നമ്മുടെ മീറ്റിംഗ് ഇല്ലേ? കാരണം ഇത് ഈ ദേശത്തിൻ്റെ ഒരു മീറ്റിംഗാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ ഈ ദേശത്തു നിന്നാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങൾക്കൊരാലയമില്ലായിരുന്നു. ഒരുപാട് നിന്ദയുടെയും പരിഹാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയ ഒരാലയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചിലയിടങ്ങളിലൊക്കെ ഞങ്ങളെ അയച്ചു. അനേക പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് സഹായമായി നിന്നു. ഇന്ന് ഇവിടെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ ആലയത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്വന്തമായൊരു ഭവനമില്ല, പക്ഷേ ഞങ്ങൾക്കൊരു കുടുംബ വീടുണ്ട്. അതല്ലാതെ സ്വന്തമായൊരു ഭവനം നമുക്കെന്ന് പറഞ്ഞില്ല. ദൈവം ഞങ്ങൾക്ക് സ്ഥലം തന്നു. ആ സ്ഥലത്ത് കഴിഞ്ഞ ഈ ജൂണിൽ ഞങ്ങളൊരാലയത്തിൻ്റെ പണികൾ ആരംഭിച്ചു. ദൈവം അതിൻ്റെ പണികളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസൻ അനീഷ് കാവാലം പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യം അവിടെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരാലയവും അരമനയും ഉണ്ടാകുവാനിടയായിത്തീരും. അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ ആദ്യം തീരുമാനിച്ച് എന്ത് ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, നമ്മളോട് ദൈവത്തിൻ്റെ ദാസനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ആലയവും അരമനയും ഉണ്ടാകും, നമുക്ക് ആദ്യം ആലയം പണിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ വർഷം ഈ കൺവെൻഷൻ നടത്തുവാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വളരെ ഭൗതികമായ ചില സാഹചര്യങ്ങൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. എന്നാലും വിശ്വാസത്തോടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇറങ്ങി തിരിച്ചു. ഇന്ന് 4 ദിവസമാകുന്നു. ദൈവം ഇന്ന് വരെ നടത്തി. തുടർന്നുള്ള നാളുകളിലും അനുഗ്രഹമായി തീരും. എല്ലാവരുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദൈവജനിച്ച കർത്തൃദാസന്മാർ, ഇന്ന് കടന്നു വന്ന ദൈവമക്കൾ ദൈവദാസന്മാർ,
ഇവിടെ മൈക്ക് സൗണ്ട് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നവർ, ലൈവ് പ്രോഗ്രാം ചെയ്യുന്ന ക്രിസ്ത്യൻ ലൈവ് മീഡിയ, മഞ്ജു സൗണ്ട് എന്ന് പറയുന്ന ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നവർ, പ്രിയ പൈതൽ, സന്തുകുട്ടി, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയുടെ പ്രവർത്തനം ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, ഞങ്ങൾക്ക് മൈക്ക് സാക്ഷ്യം നൽകിയ പ്രിയ അധികാരികൾ, ഇവിടെ പാട്ടുകൾ ആലപിക്കുന്ന ബ്ലെസ്സിംഗ് ബോയ്സ് എന്ന് പറയുന്ന പ്രിയ സഹോദരങ്ങൾ, ആമേൻ, ഈ ലൈവിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഞങ്ങൾ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ദൈവസഭയിലെ ആമേൻ പ്രിയപ്പെട്ടവരുണ്ട്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും, അവരെല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവർക്കെല്ലാം നന്ദി പറയുന്നു. ഇതിൻ്റെ ചുറ്റുപാട്ടത്തുള്ള ഭവനങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ, ഒരു പക്ഷേ അവർക്കൊക്കെ ഈ ശബ്ദങ്ങളൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരിക്കുക, ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ, എന്നാൽ അതെല്ലാം ദൈവത്തെ സ്നേഹിച്ച്, ദൈവജനത്തെ സ്നേഹിച്ച്, ദൈവദാസന്മാരെ സ്നേഹിച്ച്, ഈ വേലയെ മാനിച്ച് അവരിതൊക്കെ സഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അവർക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു വാക്കിൽ സാക്ഷ്യം പറയും, തുടർന്ന് ദൈവദാസന് സമയങ്ങൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 120:1. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ നിലവിളിച്ചു. സങ്കീർത്തനം 136. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുക, അവൻ നല്ലവരല്ലോ, അവൻ്റെ ദയ എന്നൊക്കെയാണോ. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു. എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിക്കാണ് ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ടദാസനും കടന്നു വന്ന ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളുടെ കൺവെൻഷൻ്റെ 12ാമത്തെ വർഷമാണിത്. കഴിഞ്ഞ 11ാമത്തെ വർഷവും നടത്തിയ ദൈവവാദിനേക്കാൾ ഉപരിയായി 12ാമത്തെ വർഷം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഉപകാരങ്ങളും ചെയ്തതിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ വർഷം ഞങ്ങൾക്ക് കൺവെൻഷൻ പോലും നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. ആലയത്തിൻ്റെ പണികളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് ഈ മീറ്റിംഗ് നടത്തുവാൻ പറ്റുമോ എന്ന് പോലും ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ കർത്താവ്, ഞങ്ങൾ 3 ആഗ്രഹിച്ചപ്പോൾ കർത്താവ് ഞങ്ങളോട് പറഞ്ഞ് 4 ദിവസക്കാലം നടത്തണമെന്ന്. പ്രകാരം നടത്തുവാൻ സ്വർഗം സഹായിച്ചു. പിന്നെയും ഞങ്ങളുടെ ഈ മുൻപോട്ടുള്ള പ്രവർത്തനത്തെ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ സഭയുടെ പണികളൊക്കെയാണ്, അത് ഓർത്തുകൊണ്ടും എല്ലാ ദൈവമക്കളും കടന്നു വന്ന ദൈവദാസന്മാരും ഇന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസനും എല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്രം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിന് സ്തോത്രം, എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ദൈവദാസൻ, ദൈവമക്കൾ ആരെങ്കിലും പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആമേൻ ആമേൻ ആത്മാർത്ഥമായി പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവമക്കളെല്ലാവരും ഞങ്ങളുടെ നേരെ കര നീട്ടുക, ഞങ്ങളെ അനുഗ്രഹിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. ഷാജിമോൻ ആൻ്റണി നിമിത്തമാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു മകനെ ദൈവം തന്ന്, അദ്ദേഹം കർത്താവിൻ്റെ മകനും ശ്രീനിപുരത്തിൻ്റെ പുത്രനുമാണ്. ഈ സാക്ഷി ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ ദൈവകൃപയിൽ ദൂതന്മാരെ ചുറ്റും കാവൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവത്തിൻ്റെ സൃഷ്ടാവും നടത്തിപ്പുകാരനായ ദൈവമേ, അനേക ധനവാന്മാർ തങ്ങളുടെ ധനം ദുർവിനിയോഗം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവം കൊടുത്ത യൗവനവും ദൈവം കൊടുത്ത കഴിവും ദൈവം കൊടുത്ത എല്ലാവിധമായ നന്മകളും ജീവിതവും കർത്താവിൻ്റെ നാമമഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി
വിനിയോഗിപ്പാൻ ഈ ദൈവത്തിൻ്റെ മകനെ, ദൈവം സ്നേഹിക്കുന്ന ആ മകനെ ദൈവം ഇടയാക്കൊണ്ട് സ്തോത്രം. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന സർവ്വ നന്മകളും ദൈവം കൊടുത്തു. തക്ക തുണയെ കൊടുത്തു, തലമുറയെ കൊടുത്തു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവം എന്നും അവരുടെ അനുഗ്രഹം കണ്ട് ഞങ്ങൾക്കും അതിൽ പങ്കാളിയാകുവാനിടയാക്കിക്കൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. ഒന്നുമില്ലാത്ത എന്ന് തുടങ്ങിയ ഈ സംരംഭം ഇന്ന് ദൈവമേ ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ലോകരുടെ മുമ്പിൽ ദൈവം ഉയർത്തിയുകൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. നീയോ വളരണം, ഞാനോ കുറയണമെന്നുള്ള ആ ദൈവവചനം ദൈവം നിവൃത്തിയാക്കിക്കൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. കർത്താവെ, തനിക്ക് കൊടുക്കുന്ന മക്കളെ കർത്താവ് ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. ഒരു അബ്രഹാമിന് ശേഷം ഒരു ഇസ്ഹാക്കും, ഇസ്ഹാക്കിന് ശേഷം യാക്കോബും, യാക്കോബിന് ശേഷം യോസേഫും, അങ്ങനെ ദാവീദും ഒടുവിൽ യേശുക്രിസ്തുവും ഈ ലോകത്തിലയച്ച ദൈവം. തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവം അവരെ അനുഗ്രഹിക്കണമേ. സർവ്വനന്മകൾക്കായി സ്തോത്രം. ഈ കൺവെൻഷന് വേണ്ടി കർത്താവെ, അനേകർക്ക് അസാധ്യമായി ദൈവം സാധ്യമാക്കി. കടലിനെയും കരയെയും വാനത്തെയും മഴയെയും വെള്ളത്തെയും നിയന്ത്രിച്ച ദൈവം കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വാനത്തെ അടച്ച് ഞങ്ങൾക്ക് ഈ അനുകൂലമായ കാലാവസ്ഥ നൽകിക്കൊണ്ട് വാഴ്ത്തുന്നു. തുറന്ന കർത്താവെ, അവിടുത്തെ സമർപ്പിക്കപ്പെട്ട ദൈവവചനം ഘോഷകനായ അന്വേഷ് ഖാൻ കാവാലത്തെ അവിടത്തേക്ക് തരുന്നു. ഞങ്ങൾക്കിന്ന് കർത്താവ് കൊടുത്ത ആലോചന തൻ്റെ നാവിൽ കൂടി കേൾക്കുവാൻ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ജോഷിമോൻ ആൻ്റണി ആരംഭിച്ച ഈ സഭാ ഹോൾ ദൈവം പണിത് അതിലൊരു ദിവസം ഞങ്ങളെല്ലാവരും പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കും. മഹത്വമെല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. ആദ്യോടുന്ന ശുശ്രൂഷയെ ദൂതന്മാരാൽ അനുഗ്രഹിച്ച് കാക്കും. യേശു ക്രിസ്തു മൂലം യാചിക്കുന്നു, ഉത്തരമുള്ള പിതാവേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. പ്രാച്ച ദൈവദാസന് നന്ദി പറയും. ദൈവം നമ്മെ സഹായിക്കട്ടെ.